മായസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പയർ നടാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കുറ്റിപ്പയർ സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രജ്വ എന്ന് പറയുന്ന പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഈ തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഞാൻ തടമെടുത്ത് നടുന്നത്. നമുക്കധികം സ്ഥലമൊന്നുമില്ല, അപ്പോൾ ഉള്ള സ്ഥലത്ത് ചെയ്യാമെന്ന് കരുതി. ഇതിൻ്റെ തെങ്ങിന് ചുറ്റുമുള്ള പുല്ലും എല്ലാം എടുത്ത് കളഞ്ഞ ശേഷം നമുക്കതവിടെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. അവിടെ കോളിഫ്ലവർ നട്ടിട്ടുണ്ട്, അവിടെയും പുല്ല് കയറി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നല്ലപോലെ കിളച്ച് വൃത്തിയാക്കി എടുക്കണം. നിറയെ കല്ലും ഒക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കുമ്മായമിട്ട് ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇടുന്നില്ല, തെങ്ങിൻ്റെ ചുവടായതുകൊണ്ട് നല്ലപോലെ വളമുള്ള സ്ഥലമാണ്. അതുമല്ല സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്ന ഇടമാണ്. അപ്പോൾ പയറൊക്കെ നട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ നടാമെന്ന് കരുതിയത്. ഈ കുമ്മായമൊക്കെ വിതറിയ ശേഷം തടമെടുക്കാം. ഇതുപോലെ തെങ്ങിന് ചുറ്റും തടം എടുത്തു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തടമൊരുക്കിയ ശേഷം നമ്മൾ പയർ ഒരു തടത്തിൽ ഒരു 4-5 സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മുളച്ച് വരുമ്പോൾ കരുത്തുള്ളവ നിർത്തിയ ശേഷം മറ്റുള്ളവ നമുക്ക് പിഴുത് കളയാം. ഇതുപോലെ തെങ്ങിന് ചുറ്റും നട്ടു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മൂടിക്കൊടുക്കാം. എല്ലാ തടവും മണ്ണ് നീക്കിയിട്ട് മൂടിക്കൊടുക്കാം. ഇനി വളർന്നു വരുമ്പോൾ വളമിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കോഴി കയറി ചികയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓലയുടെ